ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിദ ആൻഡ് നവാസ്. അതെ, വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നല്ലേ? നമ്മള് ഇന്ന് വന്നത് എന്തായിട്ടാണ് ഇപ്പൊ പറ? അതെ, നമ്മള് പുറത്ത് വോയിസ് മേക്ക് ഓവർ ആയിരിക്കും. ഇവിടെ ബ്രദറാണ് ഷൂട്ട് ചെയ്യുന്നത്. നാട്ടിലുള്ള വീടാണ്, നമ്മളിപ്പോ ഖത്തറിലാണ് ഉള്ളത്. ഇവിടുത്തെ വീട് നമ്മൾ കാണിച്ചു തരാം, കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ വെച്ച് മാസ്ക് എല്ലാം ഉണ്ട്, എല്ലാം സെറ്റാണ്, ഇതാ സാനിറ്റൈസർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് കുറേ കാലമായി നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ റൂമിന്റെ മുറ്റത്തോട്ടൊന്ന് മറ്റേ ഏതൊരു സിനിമയിൽ ജഗതി വീട് ഇറങ്ങിക്കില്ല, അതുപോലെ ഇതാക്കാൻ പോകുന്നതാണ്. അപ്പോൾ വിചാരിച്ച് ഇൻട്രോ നമുക്ക് കാറിന് എടുക്കാന്ന്. കുറേ കാലമായില്ലേ നമ്മൾ ഉള്ളിൽ തന്നെ ചെയ്യുന്നു, ഇപ്പോൾ ഒരു വെറൈറ്റി. അപ്പോൾ നിങ്ങളത് കണ്ടിച്ച് വാ. മേക്ക് ഓവർ ആയിരിക്കും, പിന്നെ അതിൽ ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, അപ്പം എല്ലാം ക്ഷമിക്കുക. അതായത് മേക്ക് ഓവർ, വോയിസ് മേക്ക് ഓവർ ആയതുകൊണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കണ്ടിട്ട് വാ. കണ്ണൂർ ജില്ലയിലെ കിഴുന്നപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിഴുന്നപ്പാറ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ഉറുമ്പച്ചൻകോട്ട. കറക്റ്റ് ഉറുമ്പച്ചൻകോട്ടയിലാണ് എൻ്റെ വീട്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ ആ പേര്. 2 വർഷമായി വീടെടുത്തിട്ട്. എൻ്റെ കല്യാണവും വീട്ടിക്കൂടലും ഒരുമിച്ചായിരുന്നു. ഇതാണ് നമ്മളെ വീടിൻ്റെ മുൻവശം. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ. ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. കയറുമ്പം തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വുഡൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സോഫ ഇട്ടിരിക്കുന്ന ഫ്ലോറ് നമ്മൾ വുഡൻ ഫ്ലോറിംഗ് ആണ്. സാധാരണ നമ്മളെ ഫ്ലോറിനേക്കാളും കുറച്ച് താഴെയാണ് അതുള്ളത്. നമുക്കിനി ആദ്യം തന്നെ നമുക്ക് നിസ്കാര റൂമൊന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ നിസ്കാര റൂം. വീടെടുക്കുമ്പോൾ തന്നെ ഉമ്മാക്ക് നിർബന്ധം താഴെ നിസ്കാര റൂം വേണമെന്ന്. അതുകൊണ്ട് നമ്മളെ താഴെ തന്നെ നമ്മൾ നിസ്കാര റൂം സെറ്റ് ചെയ്തു. ടോട്ടൽ 5 ബെഡ്റൂമാണ് നമ്മുടെ വീട്ടിൽ. താഴെ 2ഉം മുകളിൽ 3ഉം. അപ്പോൾ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബെഡ്റൂമായത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം പോവാം കേട്ടോ. അടുത്തതായി നമ്മൾ പോകുന്നത് ഉപ്പുമ്മാൻ്റെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ഉപ്പുമ്മ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അതൊരു സാധാരണ ബെഡ്റൂം, ഉപ്പാൻ്റെ ഉമ്മയാണ്. അപ്പോൾ സാധാരണ ഒരു ബെഡ്റൂം, ഒരു ഷെൽഫൊക്കെയാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ സെൻട്രൽ ഹാള്. ഉമ്മയുടെ നിന്നിട്ടുണ്ട്. ഇത് ഡൈനിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. അതിന് നേരെ ഉമ്മാൻ്റെ കുറേ അലങ്കാര പണികളെല്ലാം ഉണ്ട്. ഉമ്മ വല്ലാത്തൊരു ചെടിപ്രേമിയാണ്. അപ്പോൾ മൊത്തം ചെടിയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് ഓപ്പൺ കിച്ചണാണിത്. ഇനി നമ്മൾ കാണുന്നതാണ് നമ്മളെ വർക്ക് ഏരിയ. ഇത് ഒരു വർക്ക് ഏരിയ ആണ്. ഇത് നോർമലായിട്ട് കൂടുതൽ ആളെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡെല്ലാം ഉണ്ടാക്കാറുണ്ട്. അത് അവിടെ കാണുന്നത് സ്റ്റോർ റൂമാണ്.
അവിടെ ഇങ്ങനെ കുറേ ഡബ്ബയെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ഉമ്മാൻ്റെ മെയിൻ പണിസ്ഥലം. ഇതാണ് സെക്കൻഡ് വർക്ക് ഏരിയ. ഇവിടെ നിന്നാണ് എല്ലാ കുക്കിങ്ങും എല്ലാ സംഭവങ്ങളും. ഉമ്മാൻ്റെ ഫേവറേറ്റ് പ്ലേസ്, ഉമ്മയുടെ തന്നെ ഉണ്ടാവില്ലേ. ഇത് ഒരു ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്ക് മേലിലേക്ക് പോവാം. ഇത് നമ്മളെ സ്റ്റെയർ കേസ്. സ്റ്റെയറും നമ്മൾ വുഡ് ഫിനിഷിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമ്മൾ 3 റൂമാണ് ഉള്ളത്. ഒന്ന് എൻ്റെ മണിയറ, ഒന്ന് ദിയാത്തു എൻ്റെ അനിയത്തിൻ്റെ റൂം, ഒന്ന് ഇക്കാക്കാൻ്റെ റൂം. ഇത് നമ്മളെ ആശാരി തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റൈലിലുള്ള ഒരു കുതിരമുഖം എന്ന് പറയുന്ന സംഭവമാണിത്. അപ്പോൾ ഓരൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ഈ വോളിൽ കാണുന്നത് പെയിൻറ്റിങ് ആണ്. നമ്മൾ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ആ പള്ളീൻ്റെ പിക്ചർ വരച്ചതാണ്, പെയിൻറ്റിങ് ആണത്, വാൾപേപ്പർ ഒട്ടിച്ചതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മേലെ ഹാളാണിത്. ബാൽക്കണി ആയിട്ടില്ല, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്കിനി എൻ്റെയും എൻ്റെ പ്യാപ്പിളിൻ്റെയും മണിയറയിലേക്ക് പോകാം അല്ലേ? കണ്ണൂരുകാരെ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു റൂം കൊടുക്കൂലേ, അതാണ് എൻ്റെ മണിയറ. അപ്പോൾ ഇതാണ് എൻ്റെ മണിയറ, അങ്ങനെ തന്നെ പറയാം. എൻ്റെ ബെഡ്റൂം, എൻ്റെ ബെഡ്റൂമിൽ സീലിങ് വുഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ NF എന്നാണ് ആ വയലറ്റ് കളറിൽ എഴുതിയത്, മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എൻ്റെ ബാത്റൂമാണ്. ഗ്ലാസ് ഡോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാത്റൂം കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഒരു നല്ലൊരു കുട്ടിയുടെയും ഹസ്ബൻഡിൻ്റെയും ഫോട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനി നമുക്ക് എൻ്റെ ഇക്കാക്കാൻ്റെ റൂമിലേക്ക് പോവാം. എനിക്ക് ഒരു ഇക്കാക്കയും ഒരു അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇക്കാക്കാൻ്റെ റൂം. റെഡും വൈറ്റും കോമ്പിനേഷനാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം റെഡ് കളറ്, അങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് എൻ്റെ അനിയത്തിൻ്റെ റൂമിലേക്ക് പോവാം. എൻ്റെ അനിയത്തിൻ്റെ റൂം ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ റൂമിൽ ബെഡ് ഇട്ടിട്ടുള്ള, ബാത്റൂമിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഓളെ കല്യാണം ഇൻഷാല്ലാ കല്യാണമെല്ലാം ആകുമ്പോൾ സെറ്റാക്കും. അപ്പോൾ ആ റൂമിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ ഗസ്റ്റ് വന്നാൽ ജസ്റ്റ് കിടക്കുകയുള്ളൂ. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുണി ആറിടലുള്ള എല്ലാ പരിപാടിയും ഇവിടെ തന്നെയാണ്. ഈ സൈഡിലോട്ട് വന്നു നിന്നാൽ നമുക്ക് പച്ചപ്പും ഹരിതാപയും അപ്പുറത്തെ വീട്ടിലാളെയും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. വോയിസ് മേക്ക് ഓവർ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, അപ്പോൾ എല്ലാം ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ.